മരം കൊണ്ട് ചെത്തി മിനുക്കി ഉണ്ടാക്കിയ വളരെയധികം ഉൽപ്പന്നങ്ങൾ ക്രിസ്മസ് മാർക്കറ്റുകളിലെ ഒരു സാധാരണ കാഴ്ചയാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും കളിപ്പാട്ടമായോ ഡെക്കറേഷന് വേണ്ടിയോ ഉപയോഗിക്കാവുന്ന സാധനങ്ങൾ. മെമ്മറി ഗെയിംസ്, ചെസ് ബോർഡ്, ക്യാരംസ് ബോർഡ്, പലതരം വാഹനങ്ങൾ, കാറ്, ബസ്, ഫ്ലൈറ്റ്, ട്രക്ക്, ഗുഡ്സ് ക്യാരിയേഴ്സ്, ലംബോർജിനി, ഫെറാറി തുടങ്ങിയ സ്പോർട്ട് കാർസ്, ആന, മുയൽ, ഒട്ടകം, പൂച്ച എന്നു വേണ്ട എല്ലാത്തരം ജീവികളുടെയും ഫിഗേഴ്സ് ഇവിടെയുണ്ട്. വർണ്ണപ്പകിട്ടുള്ള ക്രിസ്മസ് ട്രീകളും നമുക്കിവിടെ കാണാം. സസ്റ്റൈനബിൾ ആയിട്ടുള്ള എർഗണോമിക്സ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുള്ള ഷാർപ്പല്ലാത്ത കെമിക്കൽ ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങൾ ഇവിടെ കാണാം. അതുപോലെ തന്നെയാണ് ക്രിസ്മസ് ക്രിബുകളുടെ കാര്യവും. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കൂടുകളും വളരെ സ്വാഭാവികമായി തോന്നുന്ന കല്ലും മരവും പുല്ലും വൈക്കോലും വെച്ചിട്ടുള്ള ക്രിസ്മസ് കൂടുകളും നമുക്കിവിടെ കാണാം. ഏതൊരു കലാരൂപത്തിനും കച്ചവട സാധ്യത കൂടുന്നത് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അത് സാധാരണ മനുഷ്യരുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതിലാണ്. പറഞ്ഞു വരുന്നത് ഈ മാർക്കറ്റിൽ കാണുന്ന വിവിധ തരത്തിലുള്ള ക്രിസ്മസ് കൂടുകളുടെ പശ്ചാത്തലമാണ്. ഈ പുൽക്കൂട് ഇരിക്കുന്നത് വലിയൊരു കൊട്ടാരം പോലുള്ള പശ്ചാത്തലത്തിലാണ്. ഓരോ ക്രിബിൻ്റെയും സെൻറ്ററിൽ നമ്മൾ കാണുന്ന രക്ഷകനായ യേശുവിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെയും ഫിഗേഴ്സിൻ്റെ ചുറ്റുമുള്ള പശ്ചാത്തലത്തിൽ നമ്മൾ കാണുന്നത് വിവിധ തരത്തിലുള്ള വിചിത്രമായ രൂപങ്ങളാണ്. അതായത് ഇവിടെയുള്ള ആളുകളുടെ ഏറ്റവും പരിചയമുള്ളതായ പല ഫെയറി ടെയിലിലെയും കഥാപാത്രങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്രിബിൽ നിന്ന് ഇത്തിരി ദൂരെയായി ടോയ്ലറ്റിലിരുന്ന് അപ്പിയിടുന്ന ഒരാളവിടെ കാണിച്ചിട്ടുണ്ട്. സ്പെയിനിലെ കറ്റലോണിയ എന്നു പേരുള്ള പ്രദേശത്തെ കർഷകരെയാണ് ഈ ഒരു ഫിഗർ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു ഫിഗർ ക്രിബിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വയ്ക്കുന്നത് ഐശ്വര്യത്തിൻ്റെ അടയാളമാണത്രേ. പുതിയൊരു വർഷം ഐശ്വര്യമുള്ള വർഷമായി തീരുന്നതിനാണ് ഇങ്ങനെയൊരു അനുഷ്ഠാനം. ബാഴ്സലോണയിലെ ക്രിസ്മസ് മാർക്കറ്റിൽ ഓരോ വർഷവും അനേകായിരം ഇത്തരം ഫിഗറുകളാണ് വിറ്റഴിക്കുന്നത്. ക്രിബിലെ ഉണ്ണീശോയും ജോസഫും മേരിയും ആട്ടിടയന്മാരും കാളയും കഴുതയും ആടുകളും 3 രാജാക്കന്മാരും നമുക്ക് വളരെ പരിചയമുള്ള ക്യാരക്ടേഴ്സാണ്. മറ്റെല്ലാ ക്യാരക്ടേഴ്സും തന്നെ ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെ പരിചയമുള്ള ഫെയറി ടെയിലിലെ ക്യാരക്ടേഴ്സാണ്. രാക്ഷസിയും മാന്ത്രികനും പൂച്ചയും ബാലികയും ബാലനുമെല്ലാം. ആട്ടിൻ കുഞ്ഞിനെ തോളിലേറ്റിയ ഇടയനെയും വീട്ടിലെ പൂച്ചയെയും അമ്മയുടെ കൈവിരലിൽ തൂങ്ങുന്ന കുഞ്ഞിനെയും മടിയിൽ കോഴിയെ താങ്ങി നടക്കുന്ന അമ്മയെയും സ്വന്തം കുഞ്ഞിനെ ഓമനിക്കുന്ന തള്ളയാടിനെയും നമുക്ക് കാണാം. ഇവിടെ കാണുന്ന ക്രിബിൽ ഉണ്ണീശോയെ കാണാൻ വന്നിരിക്കുന്ന 3 രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ആഫ്രിക്കൻ ആനയുടെ മുകളിലിരിക്കുന്ന രാജകുമാരനുമുണ്ട്.